തീർച്ചയായും ഡാൻ, അപ്പോൾ നാളെ ഉച്ചയോടുകൂടി ബാക്കിയുള്ള മൃതദേഹങ്ങളും ഇതേ ചടങ്ങോടുകൂടി സർവ്വമത പ്രാർത്ഥനയോടെ കൂട്ടസംസ്കാര ചടങ്ങിൽ തന്നെ സംസ്കരിക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുമ്പോൾ വളരെ പ്രധാനമായിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത് തെരച്ചിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇനി അത് തിരിച്ചറിയാനാവാത്ത രീതിയിലാണ്, അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് പുതഞ്ഞുപോയ അവസ്ഥയിൽ നിന്ന് ഇനി വേർതിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മൃതദേഹങ്ങൾ എന്നുള്ള ഒരു സത്യവുമായി കൂടി പൊരുത്തപ്പെട്ടുകൊണ്ട് തെരച്ചിൽ പ്രക്രിയ പോലും നാളത്തോടുകൂടി അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് കൂടി എത്തുന്നു. നാളത്തെ ഉച്ചയ്ക്ക് ആ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ അതുകൂടിയാണ്, അങ്ങനെ ഒരു സന്ദേശം കൂടിയാണ്. ഇനി ചിന്തിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ അതിജീവനത്തെക്കുറിച്ച് കൂടിയാണ് എന്നുള്ള ഒരു സന്ദേശം കൂടി അതിനകത്ത് വരുന്നുണ്ടായിരിക്കുമോ? സ്വാഭാവികമായി ഔദ്യോഗികമായും അനൗദ്യോഗികമായും അത്തരത്തിലുള്ള അതിജീവനത്തിൻ്റെ പാതകൾ അതെങ്ങനെയാവണം എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ തുടങ്ങിയതാണ്. അത് സജീവമായി ഒരു വശത്ത് പുരോഗമിക്കുന്നു. അപ്പോഴും നമുക്ക് ഈ ഉറ്റവരെ നഷ്ടമായവരുടെ കണ്ണ് കാണാതിരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായി അവരുടെ ആ പ്രതീക്ഷ അല്ലെങ്കിൽ അതൊരിക്കലും നിരാശയാകരുത്. ഏതെങ്കിലും തരത്തിൽ ആ പ്രിയപ്പെട്ടവർക്ക് അവസാനമായി വിട ചൊല്ലാനുള്ള ഒരു അവസരം അതെങ്കിലും തനിക്ക് അർഹതപ്പെട്ടതാണ്. അത് ഏതെങ്കിലും വിധേനെ കണ്ടെത്താൻ കഴിയണമെങ്കിൽ അത് കണ്ടെത്തിയേ മതിയാകൂ എന്നൊരു നിലപാടിലാണ് ദുഷ്കരമായ ഈ ദൗത്യം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സമാനതകളില്ലാത്ത തരത്തിൽ, കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഈ രക്ഷാദൗത്യം അവിടെ ഇങ്ങനെ പുരോഗമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. സ്വാഭാവികമായി എത്ര ദിവസം അങ്ങനെ തുടരാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. നമുക്കറിയാം, അർജുനുമായി ബന്ധപ്പെട്ട് സമാനമായ തരത്തിൽ അർജുനെ തേടി ഷിരൂരിൽ നടന്ന തെരച്ചിൽ, അതിൽ ഏതൊക്കെ തരത്തിലുള്ള സേനകൾ പങ്കാളികളായി, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വലിയ തരത്തിൽ ചർച്ച ചെയ്തതാണ്. സ്വാഭാവികമായി അതിനേക്കാൾ ഏറെ വൈകാരികമായ ഒരു അവസ്ഥ, ഒരു നാട് മുഴുവൻ ഒരു നിമിഷം കൊണ്ട് ഓർമ്മയാകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, അത് പുറത്തു നിന്നെത്തുന്ന നമുക്ക് പോലും അത്ര പെട്ടെന്ന് ഈ കാഴ്ചകളൊന്നും അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു സാധാരണ മനുഷ്യൻ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാഴ്ചകളല്ല. കാരണം അതിവൈകാരികമായ ഒരു സാഹചര്യം, മനസ്സ് മരവിച്ചു പോകുന്ന ഒരു സാഹചര്യം അങ്ങനെ തന്നെ പറയേണ്ടി വരും. ആ ഒരു പശ്ചാത്തലത്തിൽ അവരുടെ പ്രിയപ്പെട്ടവരെ തേടി അലയുന്ന ആളുകൾക്ക് മുമ്പിൽ ഇനി അവർ ആ മണ്ണിലങ്ങ് മറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു നിലപാടെടുക്കുക എന്ന് പറയുന്നത് സർക്കാരിന് മുമ്പിലും ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെയാണ് പരമാവധി രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ പരമാവധി മൃതദേഹങ്ങൾ ഈ മണ്ണിനടിയിൽ നിന്ന് വീണ്ടെടുക്കണം, അല്ലെങ്കിൽ ജീവനോടെ ആരെങ്കിലും ജീവൻ്റെ ഒരു തുടിപ്പ് എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി കണ്ടെത്തണമെന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ രാവും പകലുമില്ലാതെ ഈ രക്ഷാദൗത്യം തുടരുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായി നാളെ കൂടി അത്തരത്തിൽ തന്നെ ഈ തെരച്ചിൽ തുടരും. ഈ മേഖലകളിലേക്കെല്ലാം രക്ഷാദൗത്യവുമായി ഈ വിവിധ സംഘങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥർ, അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ, കേന്ദ്രസേനയുടെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ, അവരൊക്കെ വീണ്ടും ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും ഒറ്റപ്പെട്ടു പോയ മറ്റ് സ്ഥലങ്ങളുമൊക്കെ വീണ്ടും തെരച്ചിൽ നടത്തും. സ്വാഭാവികമായി ഈ ദുരന്തം കഴിഞ്ഞ ഒരാഴ്ച പിന്നിടാൻ പോവുകയാണ്. സ്വാഭാവികമായി ഈ പല സ്ഥലങ്ങളിലേക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് അതിസാഹസികമായി ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും എത്തപ്പെടാൻ കഴിഞ്ഞത്. കാരണം അത്രമാത്രം ഒറ്റപ്പെട്ടു പോയിരുന്ന ഈ സ്ഥലം, അതിവിടെ നിന്ന് ഇവിടെ എത്തിക്കാണുമ്പോൾ മാത്രമേ, നമ്മൾ എത്രമാത്രം അത് ദൃശ്യങ്ങളിലൂടെ വിവരിക്കാൻ ശ്രമിച്ചാലും, എത്ര ഹെലിക്യാം ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാലും, ഈ ദുരന്ത മുഖത്ത് നിന്ന് നേരിൽ കാണുമ്പോൾ മാത്രമാണ് ഈ നാടിൻ്റെ തേങ്ങൽ എന്താണ്, ആ തേങ്ങൽ നമ്മൾക്ക് നൽകുന്ന മുന്നറിയിപ്പ് എന്താണ് എന്ന് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ഈ രക്ഷാദൗത്യം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. ഈ നാട്ടുകാരടക്കം അതിനോട് പൊരുത്തപ്പെട്ട് വരുന്നതേ ഉള്ളൂ. നമ്മളിങ്ങോട്ട് വരുന്ന ഈ കോഴിക്കോട് നിന്ന് വയനാട് ചുരം കയറി, താമരശ്ശേരി ചുരം കയറി കൽപ്പറ്റയിലേക്ക് എത്തുന്ന വഴികളിലെല്ലാം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി അവശ്യ സാധനങ്ങൾ അവർക്ക് വേണ്ടി കളക്ട് ചെയ്യുന്ന, ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം ചെയ്യുന്നതിന് വേണ്ടി ഈ സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന നിരവധി സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒരു നാട് മുഴുവൻ ഒന്നിച്ച് വയനാടിനൊപ്പം നിൽക്കുന്ന, മലയാളക്കര മുഴുവൻ വയനാടിനൊപ്പം നിൽക്കുന്ന ഒരു സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സഹകരണത്തിൻ്റെയും ഒക്കെ ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച തന്നെയാണ് മണിക്കൂറുകൾ വൈകിട്ടും നൂറുകണക്കിന് ആളുകൾ ആ പ്രിയപ്പെട്ടവർക്ക് അവസാനമായി ഒരു വാക്ക്, ഒരു നോക്ക് അവരെ കണ്ട് വിട ചൊല്ലുന്നതിന് വേണ്ടി ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനുമൊക്കെ അതീതമായി മണിക്കൂറുകളായി ഇവിടെ കാത്തു നിൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും മൃതദേഹങ്ങൾ ഇവിടേക്ക് ആംബുലൻസുകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തും എന്ന സൂചനകൾ ലഭിക്കുന്ന അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ആരോഗ്യവകുപ്പിൻ്റെ അടക്കം ഭാഗത്തുനിന്ന് പൂർത്തിയായിട്ടുണ്ട്. നമുക്കറിയാം, PPE കിറ്റ് അടക്കം ധരിച്ചുകൊണ്ടാണ് ഈ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് ഈ കുഴിമാടത്തിലേക്ക് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന സംസ്കാര സ്ഥലത്തേക്ക് എടുക്കുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പിൻ്റെ അടക്കം നിർദ്ദേശത്തോടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കും അവിടേക്ക് അത് കൊണ്ടുപോകുക. അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. പ്രത്യേകിച്ച് തീർച്ചയായിട്ടും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, മേപ്പാടി ആശുപത്രിയിൽ നിന്ന് 8 മൃതദേഹങ്ങളുമായിട്ടുള്ള ആംബുലൻസുകൾ
പുത്തുമലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. 15 കിലോമീറ്റർ ദൂരമാണ് മേപ്പാടിയിൽ നിന്ന് സംസ്കാര ചടങ്ങ് നടക്കുന്ന പുത്തുമലയിലേക്കുള്ളത്. അതായത് വളരെ പെട്ടെന്ന് തന്നെ ആംബുലൻസുകൾ അവിടെ എത്തും. അത് ആ രീതിയിൽ മോർച്ചറിയിൽ ഉണ്ടായിരുന്ന ആംബുലൻസുകളായതുകൊണ്ട് തന്നെ മൃതദേഹങ്ങളായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. സർവ്വമത പ്രാർത്ഥനയോടുകൂടിയ എല്ലാവിധ ഒരുക്കങ്ങളും സുസജ്ജമായിരിക്കുന്നു എന്ന് കൂടിയാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ